ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരുക. ഈശോ നിന്റെ ജീവിതത്തെ സ്പർശിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അനേകം പേര് ഈശോ ഇന്ന് സൗഖ്യം നേടിയെടുക്കുന്നുണ്ട്. വിജാതീയരും കടന്നു വരുന്നുണ്ട്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങളിൽ ഒരു സീറോ ഫിനേഷ്യൻ സ്ത്രീ തൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് വരുന്നുണ്ട്. ചില തർക്കങ്ങളിലൊക്കെ ഏർപ്പെടുക. അവൾ ഈശോയിൽ നിന്ന് സൗഖ്യം പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഈശോ അവളെ പ്രകോപിക്കുന്ന രീതിയിൽ ചില കാര്യങ്ങൾ ചോദിക്കുന്നു. വിട്ടുകൊടുക്കാതെ തന്നെ സാധിക്കുന്ന രീതിയിലൊക്കെ അവൾ മറുപടി കൊടുക്കുന്നുണ്ട്. അവസാനത്തെ ഒരു വചനം വളരെ സുന്ദരമാണ്. 7-ാം അധ്യായം 29-ാം തിരുവചനം. അവൻ അവളോട് പറഞ്ഞു, ഈ വാക്ക് മൂലം നീ പൊയ്ക്കൊള്ളുക, പിശാച് നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു. ഈ വാക്ക് മൂലം നീ പൊയ്ക്കൊള്ളുക. ഏത് വാക്കാ? ഈശോയിൽ നിന്ന് എതിർപ്രതികരണം ഉണ്ടായിട്ടും വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവൾ പ്രകടിപ്പിച്ച ചില വാക്കുകൾ, അവൾ ഉയർത്തിയ വിശ്വാസത്തിൻ്റെ വാക്ക് മൂലം നീ പൊയ്ക്കൊള്ളുക, പിശാച് നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു. ഉത്തരം കിട്ടിക്കഴിഞ്ഞു. പ്രിയ സഹോദര സഹോദരി, പ്രശ്നങ്ങളുടെ നടുവിൽ നീ നിൽക്കുമ്പോൾ, ആരോഗ്യ രോഗത്തിൻ്റെ തലങ്ങളിൽ നീ നിൽക്കുമ്പോൾ, നീ ഇവൻ്റെ നേരെ ഉയർത്തുന്ന, ക്രിസ്തുവിൻ്റെ നേരെ ഉയർത്തുന്ന വിശ്വാസത്തിൻ്റെ വാക്കുകൾ, ആ വാക്കിനാൽ തന്നെ സൗഖ്യം കിട്ടും, ആ വാക്കിനാൽ തന്നെ വിടുതൽ കിട്ടും. നമ്മുടെ കർത്താവ് അതാ. വിശ്വാസം ഉയരണം, ബന്ധം ഉയരണം. ഈശോ ഉത്തരം തരും. ഈ പ്രഭാതത്തിൽ സൗഖ്യം അനുഭവിക്കാതെ വിടുതൽ അനുഭവിക്കാൻ നിനക്ക് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുക. നിന്റെ നിറസാന്നിധ്യം ഈ വ്യക്തിയിലുണ്ടാകാൻ പ്രാർത്ഥിക്കുക. വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഓരോ നിമിഷവും ഈ വ്യക്തിയിൽ നിന്ന് പുറപ്പെടട്ടെ. അത് സൗഖ്യമായി തീരട്ടെ, അത് വിടുതലായി തീരട്ടെ. ഈ ദിവസത്തിന് വേണ്ടതായ കൃപകളും നന്മകളും എല്ലാം നൽകി അനുഗ്രഹിക്കണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം.